ജാസ്മിനുമായി ബന്ധപ്പെട്ട് റോക്കി നടത്തിയ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഒരു പരിധിവരെ യോജിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ കപ്പ് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാൾക്കാണോ കിട്ടിയത് എന്ന ആങ്കറിന്റെ ചോദ്യത്തിന് ഒരിക്കലും അല്ല എന്നുള്ളതാണ് നമ്മുടെ റോക്കി പറയുന്ന ആദ്യ മറുപടി. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിന്റെ കാരണം, കപ്പ് കിട്ടിയ ആള് ജിൻഡോ അർഹൻ തന്നെയാണ്. അത് നമ്മൾ നേരത്തെ നമ്മുടെ കുറെ കാഴ്ചപ്പാടുണ്ട്. ഈ വിന്നർ ആവുന്ന ആള് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സീസണിന്റെ കപ്പ് എടുക്കുന്ന ഒരാളുടെ ഹീറോയിസം ഇങ്ങനെയൊക്കെയാണ് എന്ന പരമ്പരാഗതമായ കീഴ്വഴക്കത്തിന് മാറ്റിപ്പിടിക്കുക എന്ന സന്ദേശത്തോടു കൂടി വന്ന സീസൺ 6 തീർച്ചയായിട്ടും ഒരു അപവാദമായിരിക്കാം. പക്ഷേ അർഹതയുള്ള കൈകൾ തന്നെയായിരുന്നു ജിൻഡോയുടേതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ജിൻഡോ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റോക്കി തന്നെ പറയുന്നുണ്ട്, റോക്കിയുടെ ദേഹത്ത് തൊട്ടാൽ ആരായാലും അടിക്കുമെന്ന്. നമ്മളൊക്കെ കണ്ടതാണ് ജയിലിൽ കിടക്കുന്ന സമയത്ത് ജാസ്മിൻ ജിൻഡോയെ അടിക്കുന്നത്. അത് പിന്നീട് ടി വിയിൽ പ്ലേ ചെയ്ത് കാണിച്ചപ്പോൾ ജാസ്മിൻ തന്നെ അയ്യോ പാവം, ഞാൻ എന്തൊരു ദേഷ്യത്തിലാണെന്ന് ചെയ്തതെന്ന് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് അത് കണ്ടപ്പോൾ ജാസ്മിന് പോലും വിഷമം തോന്നി ആ പ്രവൃത്തി വേണ്ടായിരുന്നുവെന്ന്. ഒന്ന് ഇമാജിൻ ചെയ്യൂ, റോക്കിയാണ് അവിടെ കിടക്കുന്നത്, ജാസ്മിൻ എങ്ങാനും റോക്കിയാണ് അതുപോലെ അടിച്ചെങ്കിലോ? മറ്റേ നമ്മുടെ ഹൾക്കിനെ പോലെ റോക്കി ചാടി എണീറ്റ് ചിലപ്പോൾ ജാസ്മിനെ ഇങ്ങനെ കറക്കി എടുത്ത് ഇങ്ങനെ എയറിലോട്ട് എറിഞ്ഞാൽ ചിലപ്പോൾ ജയിലൊക്കെ പൊളിച്ച് ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ജിൻഡോ എന്ന് പറയുന്നത് ഈ ഒരു അതിജീവനം കോൺസെപ്റ്റ് ആയിട്ടുള്ള ഷോയിൽ അതിജീവിച്ച ആളാണ്. എല്ലാ പ്രതിസന്ധികളെയും ക്ഷമയോടെ നേരിട്ടതാണ്. അല്ലാതെ ജിൻഡോയ്ക്കും നല്ല മസിലും ബോഡിയും മാർഷൽ ആർട്സും ഒക്കെ അറിയാമായിരുന്നു. പക്ഷെ അവിടെ ക്ഷമയോടെ നിന്ന് തന്റെ പരിമിതികൾ മനസ്സിലാക്കി കളിച്ച് കപ്പെടുത്തിയ ആളാണ്. അതിനെ നമ്മൾ അംഗീകരിക്കണം റോക്കി. പക്ഷെ റോക്കി ജാസ്മിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട്. ഒന്ന്, റോക്കി പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള മാനഹാനി നേരിട്ടിട്ടുണ്ട്, ഒരുപാട് നെഗറ്റീവായിട്ടുണ്ട്, ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സീസൺ 6 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേര്, അത് റോക്കി പറയുന്നത് റോക്കി പോയതിന് ശേഷം ജാസ്മിൻ ആയിരുന്നു എന്നാണ്. റോക്കി ഉള്ളപ്പോഴും അവിടെ റോക്കിക്ക് എതിരാളിയായിട്ട് അപ്പോഴും ഉണ്ടായിരുന്നത് ജാസ്മിൻ മാത്രമേ ഉള്ളൂ. ഞാൻ അംഗീകരിക്കുന്നു, ഈ സീസണിന്റെ തുടക്കത്തിൽ റോക്കി ഒരു കിടിലൻ കോണ്ടന്റ് ക്രിയേറ്റർ തന്നെയായിരുന്നു, അതിൽ ഒരു സംശയമില്ല. പക്ഷേ ഷോയിൽ റോക്കിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല. റോക്കി പരാജയപ്പെട്ട് തന്നെയാണ് അവിടുന്ന് പോയത്. പക്ഷെ ജാസ്മിന്റെ കാര്യം എടുത്താൽ, ജാസ്മിൻ തുടക്കം തൊട്ട് ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുമൊക്കെ ഭയങ്കരമായ ചീത്തപ്പേര് കേട്ടു. എന്ന് വെച്ചാൽ വൃത്തിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ. എന്നിട്ട് വരെ ജാസ്മിൻ അതിജീവിച്ച് അവിടെ നിന്നു എന്നുള്ളത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോയെ പോലെ തന്നെ കപ്പെടുക്കാനുള്ള അർഹത ജാസ്മിനുമുണ്ട്. റോക്കി ആ രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് അതിനോട് യോജിപ്പാണ്. ജിൻഡോയ്ക്ക് അർഹതയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല റോക്കി. അത് റോക്കിയുടെ കാഴ്ചപ്പാടായിരിക്കാം. പക്ഷേ ജാസ്മിനും കപ്പെടുക്കാൻ അല്ലെങ്കിൽ വിൻ ചെയ്യാനുള്ള അർഹതയുണ്ട്. രണ്ടാമത് റോക്കി പറഞ്ഞൊരു കാര്യത്തോട് 101% എനിക്ക് യോജിപ്പാണ്. ഫസ്റ്റ് റണ്ണറപ്പ് ആകേണ്ടതെങ്കിലും മിനിമം ആ പെൺകുട്ടിയെ ഫസ്റ്റ് റണ്ണറപ്പെങ്കിലും ആക്കണമായിരുന്നു എന്ന റോക്കിയുടെ സ്റ്റേറ്റ്മെന്റിനോടും ഞാൻ 100% യോജിക്കുന്നുണ്ട്. അതിനും ജാസ്മിന് അർഹതയുണ്ട്. സത്യത്തിൽ സീസൺ 6 അങ്ങനെ നോക്കിയാൽ ആ ഒരു പരിഗണന ജാസ്മിന് കിട്ടിയിട്ടില്ല. തുടക്കം തൊട്ട് ഒടുക്കം വരെ ഭയങ്കരമായിട്ട് ഫയറായിട്ട് നിന്നിട്ടും ജാസ്മിന് വിജയിക്കാൻ പറ്റിയില്ല. അവിടെ തന്നെയാണ് റോക്കിക്കുള്ള മറ്റൊരു മറുപടിയും എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ഷോ എന്ന് പറയുന്നത് കളിച്ച് നേടുക എന്നുള്ളതാണ്. എത്ര കണ്ടന്റ് കൊടുത്തു എന്നതിലോ എത്ര റിയൽ ആയിരുന്നു എന്നതിലോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്നതിലോ ഒന്നും കാര്യമില്ല. നിങ്ങൾക്ക് പ്രേക്ഷക പിന്തുണ ഉറപ്പുവരുത്തി കളിക്കാനും അവസാനം വിജയിക്കാനും സാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. എന്തൊക്കെ ചെയ്തിട്ടും ജാസ്മിന് മുകളിൽ അവിടെ ജിൻഡോ കപ്പ് ഉയർത്തിയെങ്കിൽ ജിൻഡോ അത്രയും നല്ല ഗെയിം കളിച്ചു എന്ന് വേണം റോക്കി മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിനർത്ഥം ജാസ്മിൻ ഡിസർവിങ് അല്ല എന്നല്ല. ഇപ്പൊ നമ്മളെപ്പോലെ ഒരുപാട് പേര് ജാസ്മിനും ഡിസർവിങ് ആണെന്ന് പറയുന്നവരുണ്ട്, ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഈവൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും പറയുന്നവരുണ്ട് ജാസ്മിനും ഈ സീസണിൽ സൂപ്പർ പ്ലെയർ ആയിരുന്നു എന്ന്. പക്ഷെ ജാസ്മിനും ഒരു പടി മുകളിൽ കളിച്ചതുകൊണ്ടാണ് ജിൻഡോ കപ്പെടുത്തത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജിൻഡോ ഒറ്റയ്ക്ക് കളിച്ചു ആദ്യം തൊട്ട് അവസാനം വരെ. ഇടയ്ക്കൊക്കെ ചില ഗ്രൂപ്പുകളും കൂട്ടുകെട്ടുകളും ഒക്കെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ് ജിൻഡോ ഉണ്ടാക്കിയത്. എന്നിട്ടും ജിൻഡോയുടെ ഗെയിം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് സായിയുടെ ടീമിൽ നിൽക്കുമ്പോൾ അവസാന നിമിഷം വടം വലിക്കായിട്ട് അപ്പുറത്തെ ടീമിലേക്ക് ടീമിന്റെ തീരുമാനത്തിന് മറികടന്നുകൊണ്ട് ജിൻഡോ പോകുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് ഗെയിം ചേഞ്ചിങ് മൊമെന്റ്സ് ഒക്കെ ജിൻഡോ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ റോക്കി പറഞ്ഞതുപോലെ ഫസ്റ്റ് റണ്ണറപ്പ് ആകേണ്ടത് തീർച്ചയായിട്ടും ജാസ്മിൻ തന്നെ ആയിരുന്നു എന്നത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അക്കാര്യത്തിൽ തീർച്ചയായും ഞാൻ യോജിക്കുന്നു.